എനിക്ക് വീഡിയോ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ ചാനലിലും കുറേ ഗെയിമിംഗ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വിത്തിൻ 24 hours നമ്മളൊരു വീഡിയോ ഗെയിം ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ചാനലിൽ ഞാൻ ഒരുപാട് ചലഞ്ച് വീഡിയോസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ആൻഡ് ഗെയിം ഡെവലപ്മെൻറ്റിൽ ഞാനൊരു കംപ്ലീറ്റ് ബിഗിനറല്ല. എനിക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ട് ഗെയിം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ബട്ട് ഞാൻ ഇതുവരെ ഒരു ഗെയിം ഫുള്ളി ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ പകുതി എത്തുമ്പോൾ ഞാൻ അതിൽ ഇൻട്രസ്റ്റ് പോയി അത് കളയും, അല്ലെങ്കിൽ എന്തെങ്കിലും ബഗ്ഗോ എററോ വന്നിട്ട് എനിക്കത് ഫിക്സ് ചെയ്യാൻ പറ്റാതെ ഞാൻ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ്ലി ടോസ് ചെയ്യാറാണ് പതിവ്. ബട്ട് ഇന്ന് അതൊന്നും ഞാൻ നോക്കുന്നില്ല. എന്തായാലും ഞാൻ ഒരു ഗെയിം ഫുള്ളി ഡെവലപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും, അതും 24 hours. സോ ഒരു ഗെയിം ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഗെയിം എഞ്ചിനാണ്. പോപ്പുലർ ആയിട്ടുള്ള കുറേ ഗെയിം എഞ്ചിൻസ് ഉണ്ട്. അൺറിയൽ എഞ്ചിൻ, യൂണിറ്റി. ആൻഡ് അൺറിയൽ എഞ്ചിനിലാണ് ഞാൻ കുറച്ച് ഗെയിംസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അൺറിയൽ എഞ്ചിൻ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അത് പഠിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബിഗിനറിനെ അത് പെട്ടെന്ന് എടുത്ത് ഗെയിം ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഗോഡോട്ട് എന്ന് പറയുന്ന ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ഗെയിം എഞ്ചിനെ പറ്റി കേട്ടത്. സോ ആ എഞ്ചിൻ വന്നിട്ട് കുറച്ചായതേ ഉള്ളൂ. അപ്പോൾ അത് പഠിച്ചെടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അതിൻ്റെ അകത്ത് 2D ഗെയിം ഡെവലപ്പിങ്ങും 3D ഗെയിം ഡെവലപ്പിങ്ങും ഭയങ്കര എളുപ്പമാണ്. ഞാൻ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് 3D ഗെയിംസ് ആണ്. ഞാൻ 2D ഗെയിം ഇതുവരെ ഡെവലപ്പ് ചെയ്യാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഈ ചലഞ്ചിൻ്റെ ഡിഫിക്കൽട്ടി കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടി ഞാൻ ഒരു 2D ഗെയിമാണ് ഇന്ന് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, 2D ഗെയിം അല്ലേ 3D ഗെയിമിനേക്കാളും എളുപ്പം? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് 3D ഗെയിം ഉണ്ടാക്കുന്നതിൻ്റെ പ്രൊസീജിയറിനെ പറ്റി കുറച്ചെങ്കിലും അറിവുണ്ടെങ്കിലും 2D ഗെയിമിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. സോ ഫസ്റ്റ് തിങ്, ഈ യൂസ് ചെയ്യാൻ പോകുന്ന എഞ്ചിനെ പറ്റി എനിക്കൊരു പിടിയില്ല. പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന 2D ഗെയിം കൂടിയാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് കുറച്ച് കോഡിങ് അറിയാം, പിന്നെ ഗെയിം എഞ്ചിൻ്റെ ബേസിക്സ് ഒക്കെ കുറച്ചറിയാം. അങ്ങനെ നോക്കണമെങ്കിൽ എനിക്കൊരു ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ട്. ബട്ട് എന്തായാലും നമുക്ക് ഗോഡോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഞാൻ എഞ്ചിൻ ഓപ്പൺ ആക്കിയപ്പോൾ 2D ഗെയിമിൻ്റെ വർക്ക് ഫ്ലോ 3D ഗെയിമിനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം 3D പോലെയല്ല 2Dയിൽ നമുക്കൊരു പ്ലെയിൻ ആണ് കിട്ടുന്നത്. 3Dയിൽ നമുക്കൊരു 3 dimensional വർക്ക് സ്പേസ് ആണ് കിട്ടുന്നത്. മാത്രമല്ല നമുക്ക് 2Dയിൽ ഗെയിം തുടങ്ങാൻ സ്പ്രൈറ്റ് ഷീറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അതായത് ബേസിക്കലി അതൊരു ഇമേജ് ആണ്. അതിൻ്റെ അകത്ത് കുറേ പടങ്ങളുണ്ട്. അതെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ആനിമേഷൻസ് 2D ഗെയിംസിന് വേണ്ടിയിട്ടുള്ള അസറ്റ്സ് ഒക്കെ വരുന്നത്. 3Dയിലാണെങ്കിൽ നമുക്ക് 3D മോഡൽസും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു വേണ്ടിയിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ദ ഡീപ് സീ ഓഫ് ഇൻ്റർനെറ്റിൽ തന്നെ സെർച്ച് ചെയ്ത് അവിടെ ഒരുപാട് സ്പ്രൈറ്റ് ഷീറ്റ്സ് അവൈലബിൾ ആണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഒരു പ്ലാറ്റ്ഫോമർ 2D ഗെയിമിനുള്ള ആസറ്റ്സ് കണ്ടുപിടിച്ചത്. ഇനി ആ ആസറ്റ് പാക്ക് ബേസ് ആക്കി വെച്ച് നമുക്ക് നമ്മളെ ഗെയിം ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇൻ്റർനെറ്റിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കി. അതായത് ഗോഡോട്ടിൽ എങ്ങനെയാണ് ഒരു ക്യാരക്ടർ റിപ്പോർട്ട് ചെയ്യുന്നത്, ഗോഡോട്ടിൻ്റെ ഫയൽ സിസ്റ്റം ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗോഡോട്ടിലൊരു നോട്ട് സിസ്റ്റമാണ്. അതുവഴിയാണ് നിങ്ങൾ ക്യാരക്ടേഴ്സൊക്കെ ഇമ്പോർട്ട് ചെയ്യാനുള്ളത്. സോ അതെല്ലാം ഫോളോ ചെയ്ത് ഞാൻ എൻ്റെ ക്യാരക്ടറിനെ ഇമ്പോർട്ട് ചെയ്ത് ആൻഡ് ഐ പ്രസ്ഡ് പ്ലേ. സോ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഇതുവരെ ഈ സീനിലോട്ടൊരു ക്യാമറ ആഡ് ചെയ്തിട്ടില്ല. സോ ഞാൻ ക്യാമറ ആഡ് ചെയ്ത്, ബ്രോ എൻ്റെ പ്ലെയർ എവിടെ? അത് വർക്കാവാത്തതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം സ്ക്രാച്ച് ചെയ്ത് ഈ ക്യാരക്ടറിനെയൊക്കെ മാറ്റി വേറൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അതിനെ ഇമ്പോർട്ട് ചെയ്തു. ആൻഡ് ഇപ്പോൾ എൻ്റെ ക്യാരക്ടറിനെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ എവറിത്തിങ് ഈസ് ഓക്കെ നൗ. ഒരു ഗെയിം ആകുമ്പോൾ നമുക്ക് ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ആസ് ഓഫ് നൗ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗെയിം ആ ക്യാരക്ടർ അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് കുറച്ച് കൺട്രോൾസ് ആഡ് ചെയ്യണം. സോ ക്യാരക്ടർ മൂവ്മെൻറ്റ് ഗോഡോട്ടിൽ തന്നെ ഒരു ഡീഫോൾട്ട് ആയിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് നമ്മളെ ക്യാരക്ടറിന് മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ക്യാരക്ടറിനെ മൂവ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ജസ്റ്റ് ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്. ആൻഡ് നമ്മളെ ക്യാരക്ടറിന് ഇവിടെ ചവിട്ടി നിൽക്കിയപ്പോൾ ഒന്നുമില്ല, അതുകൊണ്ടാണ് അത് താഴേക്ക് പോകുന്നത്. സോ അതുകൊണ്ട് ഞാനൊരു ബേസിക് കൊളിഷൻ ആഡ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ക്യാരക്ടറിന് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും നമ്മളെ ക്യാരക്ടറിൻ്റെ പുറത്തൊരു ഡീമൺ കയറിയ പോലെയാണ് അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നത്. സോ നമുക്ക് എന്തായാലും അത് ഫിക്സ് ചെയ്യണം. അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ കുറച്ച് ട്വീക്ക് ചെയ്യണം. നമ്മൾ ഈ ക്യാരക്ടറിൻ്റെ ജമ്പിങ് വെലോസിറ്റി ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള രീതിയിൽ ക്യാരക്ടർ മൂവ് ചെയ്യൂ. സോ ആഫ്റ്റർ ഫിക്സിങ് ദാറ്റ് നമ്മുടെ ക്യാരക്ടർ ഒരു പ്രശ്നമില്ലാതെ മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആസ് യു ക്യാൻ സീ നമ്മുടെ ക്യാരക്ടർ ഇപ്പോൾ ഒരു എംപ്റ്റി സ്പേസിൽ കിടന്നാണ് മൂവ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ഗെയിമൊന്നും പോലും വിളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഗെയിമിൽ എന്തായാലും കുറച്ച് എൻവയോൺമെൻറ്റ് ആഡ് ചെയ്യണം. സോ ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത അസറ്റ് പാക്കിൽ തന്നെ എൻവയോൺമെൻറ്റ്സും ഉണ്ട്. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്യാം നമുക്ക്. So here I added the environment and we are gonna just press play. നമ്മളെ ക്യാരക്ടർ പിന്നെയും താഴേക്ക് വീഴാൻ കാരണമെന്ന് പറയുന്നത് ഞാൻ കാണിച്ച മണ്ടത്തരമാണ്. അതായത് നമ്മളെ ക്യാരക്ടർ ഒരു ഫിസിക്സ് ബോഡിയാണ്. ഫിസിക്സ് ബോഡിക്ക് എന്തായാലും കൊളിഷൻ വേണം. നമ്മളിപ്പോൾ ആഡ് ചെയ്ത എൻവയോൺമെൻറ്റ് ഒന്നും നമ്മൾ കൊളിഷൻ ആഡ് ചെയ്തിട്ടില്ല. സോ അത് ആഡ് ചെയ്താൽ മാത്രമേ നമ്മളെ ക്യാരക്ടർ അതിൽ നിൽക്കത്തുള്ളൂ. സോ നമുക്ക് കൊളിഷൻസ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗെയിമിന് ഏകദേശം ഒരു ലൈഫ് വന്നിട്ടുണ്ട്. ആൻഡ് ഏകദേശം നമ്മളെ ഗെയിം കംപ്ലീറ്റ് ആയതുപോലെ തന്നെ ഉണ്ട്. ബട്ട് നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ പ്ലാറ്റ്ഫോമിങ് ഗെയിംസിൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പ്ലാറ്റ്ഫോംസ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് മൂവിങ് പ്ലാറ്റ്ഫോംസും സ്റ്റാറ്റിക് പ്ലാറ്റ്ഫോംസും ഒക്കെ ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്കൊരു മൂവിങ് പ്ലാറ്റ്ഫോം ആഡ് ചെയ്യാം. ലേറ്റർ നമുക്ക് ഈ മാപ്പിൽ റീവർക്ക് ചെയ്യാം. എന്തായാലും ഇതിൽ മാപ്പിൽ റീവർക്ക് ചെയ്യേണ്ടി വരും. ഞാൻ ഇപ്പോൾ ബേസിക്സ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ അടുക്കി വെച്ച് നോക്കിയതുള്ള ഒരു പ്രോട്ടോടൈപ്പ് എന്ന രീതിയിൽ.
സോ നമ്മൾ ഇവിടെ പ്ലാറ്റ്ഫോം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഗെയിമിൽ കുറച്ച് കളക്റ്റബിൾസാണ് ആഡ് ചെയ്യാനുള്ളത്. കോയിൻസ്, നമ്മൾ സബ്വേ സർഫേഴ്സ് അതിലേക്ക് കണ്ടിട്ടില്ലേ കോയിൻസ് ഒക്കെ ഉള്ളത്. അതേപോലെ നമുക്ക് ഈ ഗെയിമിലും വേണം കുറച്ച് കോയിൻസ്. ഞാൻ അവിടെ ആഡ് ചെയ്തു. ബട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കോയിൻസ് ഈ ക്യാരക്ടർ കളക്ട് ചെയ്യുന്നില്ല. സോ അതൊരു ബഗ്ഗായിട്ട് കിടക്കുകയാണ്. അതിപ്പോൾ എനിക്ക് ഫിക്സ് ചെയ്യാനുള്ളൊരു മൂഡിൽ നമുക്കത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഫിക്സ് ചെയ്യാം. ഇപ്പം നമുക്ക് ഗെയിമിലോട്ട് എനിമി ആഡ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരു ത്രെറ്റ് വേണ്ടേ ഈ പ്ലാറ്റ്ഫോമിൽ. സോ നമുക്കൊരു എനിമി ആഡ് ചെയ്യാം. എനിമി ഉണ്ടാക്കിയതിന് ശേഷം നമ്മളെ ഗെയിമിന് കുറച്ചുകൂടി ഫിക്സിങ് ആവശ്യമുണ്ടായിരുന്നു. അതായത് ഈ ലെവൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാനൊരു ലെവൽ എൻറ്റയർലി ഫ്രം സ്ക്രാച്ച് ബിൽഡ് ചെയ്തു. അതിനുശേഷം കോയിന് നേരത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് ഫിക്സ് ചെയ്തു. സോ ഫൈനൽ ഔട്ട് കാണിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയേണ്ടത്, അതായത് ഞാൻ ഈ ഗെയിമിൽ വർക്ക് ചെയ്ത് തുടങ്ങിയത് ഏകദേശം ഒരു മണിയായപ്പോഴാണ്. 1 മണി to 4 മണി വരെ ഞാൻ ഗെയിമിൽ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ കുറച്ചൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഞാൻ 6 മണിക്ക് ശേഷമാണ് ഗെയിം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. 6 മണി കഴിഞ്ഞ് ഞാൻ എത്ര സമയം കംപ്ലീറ്റ്ലി വർക്ക് ചെയ്തെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. 11 മണി വരെ 12 മണി വരെ വർക്ക് ചെയ്തെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും എനിക്ക് ഇത് ഉറങ്ങുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അത് തന്നെ ഞാൻ ചെയ്തു. ഇതൊരു 12 മണിയായപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. സോ അതുകൊണ്ട് എനിക്ക് ഈ ഗെയിം 24 hours കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സോ ലെറ്റ്സ് സീ ദ ഫൈനൽ ഔട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഇഷ്ടമാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.